വിവാദങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും ഒപ്പം വാശിയേറിയ പോരാട്ടം നടന്ന പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തി കേന്ദ്രങ്ങളിൽ കിതച്ച് ബി ജെ പി അവിടെ കൈയും കാലും ഇട്ടടിക്കുകയാണ്. നഗരസഭയിൽ ആദ്യ 3 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ മികച്ച ലീഡ് പ്രതീക്ഷിച്ച ബി.ജെ.പിക്ക് തിരിച്ചടി സമ്മാനിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നേറുന്നത്. നഗരമേഖലയിൽ ബി.ജെ.പി ഭരണം കൈയാളുന്ന മുനിസിപ്പാലിറ്റിയിൽ ബി.ജെ.പി ശക്തി കേന്ദ്രങ്ങളിൽ കടന്നു കയറിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ആയിരക്കണക്കിന് വോട്ടുകളുടെ ലീഡ് നേടിയത് യു.ഡി.എഫ് ക്യാമ്പിനെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. 2021 ആദ്യ 3 റൗണ്ടുകൾ എണ്ണിയപ്പോൾ മെട്രോമാൻ ഇ ശ്രീധരൻ, അന്നത്തെ ബി.ജെ.പി സ്ഥാനാർത്ഥി, 4000-ലധികം വോട്ടുകൾക്ക് മുന്നിലായിരുന്നുവെങ്കിൽ അവിടെ ബി.ജെ.പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പിന്നിലായത് ബി.ജെ.പിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ആദ്യ 2 റൗണ്ടുകളിൽ കൃഷ്ണകുമാർ ലീഡിലേക്ക് വന്നുവെങ്കിലും അവിടെ പാർട്ടി പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. വെറും 1000-ഓളം വോട്ടുകളുടെ മാത്രം മേൽക്കൈയാണ് എൻ.ഡി.എക്ക് ലഭിച്ചത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നഗരസഭയിലാണ് ബി.ജെ.പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വച്ചിരുന്നത്. നഗരമേഖല വിട്ട് 3 പഞ്ചായത്തുകളിലേക്ക് വന്നാൽ അവിടെ പോരാട്ടം എൽ.ഡി.എഫും യു.ഡി.എഫും തമ്മിലാണ്. നഗരസഭയിലെ മൊത്തം വോട്ടുകൾ എണ്ണിത്തീരുമ്പോൾ 7000 വോട്ടുകളുടെയെങ്കിലും മേൽക്കൈ ഉണ്ടാകുമെങ്കിൽ മാത്രമേ ബി.ജെ.പിക്ക് വിജയപ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. ആ ഒരു കണക്കിലേക്ക് കാര്യങ്ങൾ എത്തിക്കില്ലെന്ന് ഏകദേശം ഇപ്പോഴത്തെ ട്രെൻഡിൽ തന്നെ വ്യക്തമാണ്. പാലക്കാട് നഗരസഭയിൽ പിന്നിലായാൽ പോലും ശക്തി കേന്ദ്രമായ പിരായിരി പഞ്ചായത്തിൽ നേടുന്ന വോട്ടുകളുടെ പിൻബലത്തിൽ നഗരമേഖലയിലെ കൃഷ്ണകുമാർ നേടുന്ന ലീഡ് മറികടക്കാമെന്ന് തന്നെയാണ് കോൺഗ്രസ് കണക്കൂട്ടുന്നത്. എന്നാൽ പിരായിരി എണ്ണിത്തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് ക്യാമ്പ് വിജയം ഉറപ്പിക്കുകയാണ്. ഭൂരിപക്ഷം 5 അക്കത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം.